ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആയിരുന്നു. അതായത് മൈക്രോബ്സ് നമുക്കറിയാം യൂസ്ഫുൾ ആയിട്ടുള്ളതും തന്നെ ഹാംഫുൾ ആയിട്ടുള്ളതും തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് നിന്ന് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അവരെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട്, അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പം ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മൈക്രോബ്സ് ഏത് കിങ്ഡത്തിന് കീഴിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് കിങ്ഡത്തിലാണ് മൈക്രോബ്സ് വരുന്നത്? ഏത് കിങ്ഡത്തിലാണ് മൈക്രോബ്സ് വരുന്നത്? നമുക്കറിയാം കിങ്ഡം മൊണീറയിലാണ് മൈക്രോബ്സ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഇനി ഈ മൈക്രോബ്സിൽ പെടുന്ന കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറഞ്ഞേ. അതായത് ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ഏതൊക്കെ മൈക്രോബ്സ് ആണ് ഇവിടെ കാണുന്നത്? ഓക്കെ, പ്രോട്ടോസോവ ഉണ്ട്, പിന്നെ അതുപോലെ മൈക്രോസ്കോപ്പിക് ആനിമൽസ് ഉണ്ട്, അതുപോലെ പ്ലാൻ വൈറസ് ഉണ്ട്, ഫംഗൈസ് ഉണ്ട്, വൈറോഡ്സ്, അതുപോലെ പ്രയോൺസ്, ഇതൊക്കെ ഉണ്ട് അല്ലെ. ഇനി എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മൈക്രോബ്സിനൊക്കെയും എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുമോ? നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിന് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ബാക്ടീരിയാസിനൊക്കെ കാണുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി എങ്ങനെയാണ് മൈക്രോബ്സിനെ യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ കാര്യമായിരുന്നു മിൽക്കിൽ നിന്നും കേർഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാക്ടീരിയ. അതായത് ലാബ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയനെയാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? മിൽക്കിൽ നിന്നും കേർഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പേര് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡഫ്, നമുക്കറിയാം ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡഫ് ഉണ്ടാവും അതിന്. അപ്പൊ ആ ഡഫ് വീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഫപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൈക്രോബ്സിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു തരത്തിലുള്ള മൈക്രോബിനെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് മൈക്രോബാണ്? അതാണ് ഏത് മൈക്രോബ്? സാക്രോമൈസസ് സെറിവിസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈസ്റ്റിന് ഈ പേര് മാത്രമല്ല വേറൊരു പേരും കൂടി ഉണ്ട്. എന്താ അത്? അതാണ് ബ്രീവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ടോഡി, നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. ഇപ്പൊ ടോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോബ്സിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫിഷിനെ ഫെർമെന്റ് ചെയ്യാൻ സോയാബീൻ, ബാംബൂ ഷൂട്ട്സ്, ഇതൊക്കെയും ഫുഡാക്കി മാറ്റാൻ, അതായത് ഫെർമെന്റേഷൻ നടത്താൻ ഇതുപോലെ മൈക്രോബ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം പല ടൈപ്പ് ചീസ് ഉണ്ട്. ഈ പല ടൈപ്പ് ചീസ് ആവാൻ കാരണം എന്താണ്? അതിന് ഫ്ലേവറും ടേസ്റ്റും കളറും ഒക്കെ വേറെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെവ്വേറെ ചീസുകൾ ഉണ്ടാകുന്നത്? അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള മൈക്രോബ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ സ്വിസ് ചീസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ബാക്ടീരിയം പ്രോപ്പിയോണി ബാക്ടീരിയം ഷാമാനിയാണ്. ഓക്കെ, അപ്പം ഈ സ്വിസ് ചീസിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ റക്യുഫ്യൂഡ് ചീസ് ഉണ്ട്, അവിടെ യൂസ് ചെയ്യുന്ന ബാക്ടീരിയം വേറെയാണ്. അതുകൊണ്ടാണ് അതിന് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവർ വരുന്നത്. ഓക്കെ, ഇനി ഈ മൈക്രോബ്സിന് ഇപ്പൊ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കുറച്ച് കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുള്ളൂ. പക്ഷെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഒരു കാര്യം തന്നെ കുറെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ് വൈന്, ബിയർ, അങ്ങനെയുള്ള ബീവറേജസ് ഒക്കെ. നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് കുപ്പിയാണ് ഉണ്ടാക്കുക. അല്ല, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതാണ് ഒരു ഇൻഡസ്ട്രി. അപ്പൊ അവിടെ മൈക്രോബ്സിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മൈക്രോബിനെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് മൈക്രോബാണ്? സെക്കാരോമൈസസ് സെറിവിസിയ. അപ്പൊ അത് പഠിച്ചു വെക്കുക. അതുപോലെ നമ്മൾ പഠിച്ച വേറൊരു കാര്യമായിരുന്നു ആന്റിബയോട്ടിക്സിനെ പറ്റി. അപ്പൊ നമുക്കറിയാവുന്ന ഏറ്റവും ആദ്യത്തെ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ആരാണ്? പെനിസിലിൻ ആണ്. ഓക്കെ, ഇനി ആരാണ് ഈ ഒരു പെനിസിലിനെ കണ്ടുപിടിച്ചത്? ആക്സിഡന്റലി ആണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആള് പെനിസിലിനെ കണ്ടുപിടിച്ചത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആക്സിഡന്റലി കണ്ടുപിടിച്ചിരുന്നാലും അതിന് ഈ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞത് ഏൺസ്റ്റൈനും ഹോവാർഡ് ഫ്ലോറിയും കൂടിയിട്ടാണ്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് 3 പേർക്കും കൂടിയിട്ടാണ് നോബൽ പ്രൈസ് കൊടുത്തത്. ആർക്കൊക്കെ? ഫ്ലെമിങ്ങിനും ചെയിനും ഫ്ലോറിക്കും. ഇവർക്ക് 3 പേർക്കും കൂടിയിട്ടാണ് നോബൽ പ്രൈസ് കൊടുത്തത് പെനിസിലിന്റെ കണ്ടുപിടുത്തത്തിന്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പെനിസിലിൻ കണ്ടുപിടിച്ചത്? ഇപ്പം അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയയില്. അപ്പൊ ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയനെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുള്ള പെട്രി ഡിഷ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് കണ്ടാമിനേറ്റഡ് ആയിട്ട് വേറെ കുറെ മോൾസ് വന്നു. അത് ഈ മോൾസ് വന്നപ്പം ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഈ മോൾഡ് ആണ് കാരണം എന്നുള്ളത് ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ചു. പക്ഷെ ഈ മോൾഡിനെ യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ഇതിന് ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിച്ചത് ഏൺസ്റ്റൈനും ഹൊവാർഡ് ഫ്ലോറിയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടിയത്. എന്തിന്റെ കണ്ടുപിടുത്തത്തിന്? പെനിസിലിന്റെ കണ്ടുപിടുത്തത്തിന്. ഇനി ഈ ഒരു വേൾഡ് വാർ സെക്കൻഡിലാണ് അമേരിക്കൻ സോൾജേഴ്സിന് ഇതുപോലെയുള്ള ആന്റിബയോട്ടിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു മൈക്രോബ്സിന് നമുക്ക് ഇപ്പം ആന്റിബയോട്ടിക്സോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സോ അതിനൊന്നും വേണ്ടി മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പെനിസിലിൻ എന്ന് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക് ഉണ്ട്. അതുപോലെ തന്നെ വേറെയും കുറെ ആന്റിബയോട്ടിക്സ് എന്തിനൊക്കെ എതിരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? പ്ലേഗിന്, ബ്രൂഫിൻ കഫിന്, ഡിഫ്തീരിയക്ക്, ലെപ്രോസിക്ക്, ഇതിനൊക്കെ എതിരായിട്ടും എന്തുണ്ടാക്കിയിട്ടുണ്ട്? ആന്റിബയോട്ടിക്സ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കെമിക്കൽസിനും എൻസൈംസ്, ബയോആക്റ്റീവ് മോളിക്യൂൾസ് ഇതൊക്കെയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം ആസിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ആസ്പെർഗില്ലസ് നൈഗർ. അതൊരു ഫംഗസ് ആണ്. അത് ഉണ്ടാക്കുന്നത് സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഡാണ്. അസറ്റോബാക്ടർ അസറ്റി, അതൊരു ബാക്ടീരിയമാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസറ്റിക് ആസിഡ് ആണ്. ഇനി ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, അതൊരു ബാക്ടീരിയമാണ്. അത് ഉണ്ടാക്കുന്നത് ബ്യൂട്ടാരിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ലാക്ടോബാസില്ലസ്, അതൊരു ബാക്ടീരിയമാണ്. ഉണ്ടാക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ സെക്കാരോമൈസസ് സെറീവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ, ഈസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഈസ്റ്റ് എന്താ ഈസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്? ബ്രീവിയസ് ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ബ്രെഡ്, ഇഡ്ഡലി, ദോശ അതിലൊക്കെയാണ്. പിന്നെ അതുപോലെ ബീവറേജസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വേറൊരു പ്രോപ്പർട്ടിയാണ് എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഈസ്റ്റ് മൈക്രോബ്സിന് ഇപ്പൊ മൈക്രോബ്സ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്തിനു വേണ്ടി യൂസ് ചെയ്യും? എൻസൈംസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു എൻസൈം ആണ് ലിപ്പീസ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോണ്ട്രിയിൽ, അതായത് ഡിറ്റർജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ബോട്ടിൽഡ് ജ്യൂസ് ഒക്കെയും ഒരുപാട് ക്ലിയർ ആണ്. അതായത് നമ്മൾ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെയല്ല, നല്ല ക്ലിയർ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അതിന് കാരണമാണ് പെക്റ്റിനേസ്, പ്രോട്ടിയേസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 എൻസൈംസ്. ഇനി അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകൈനേസസ് ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയമാണ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ബ്ലഡ് വെസലിൽ എന്തെങ്കിലും ക്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയം എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകൈനേസ് എന്ത് ചെയ്യും? അതിനെ റിമൂവ് ചെയ്യും, ആ ക്ലോട്ടിനെ. അപ്പം അതെന്താണ്? മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. എന്തിന്റെ? ബാക്ടീരിയത്തിന്റെ. ഓക്കെ, ഇനി അടുത്തതാണ് സൈക്ലോസ്പോറിൻ ഇ. ഇതെന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ബ്ലഡ് കൊളസ്ട്രോൾ ലെവല് അതൊക്കെ ലോവർ ചെയ്യാനൊക്കെ അല്ല, ഈ സൈക്ലോസ്പോറിൻ ഇ യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂണോ സപ്രസിങ് ഏജന്റ് ആയിട്ടാണ്. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്കറിയാം, വേറൊരു ഓർഗൻ നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടാണ് സൈക്ലോസ്പോറിൻ എ യൂസ് ചെയ്യുന്നത്. ഇനി വേറെ ഒന്നുണ്ട്, അതായത് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് സ്റ്റാറ്റിൻ. ഓക്കെ, അത് ഉണ്ടാക്കുന്നത് ആരാണ്? മൊണാസ്കസ് പെർപൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ മെഡിക്കൽ ഫീൽഡില് ഫുഡില് മാത്രമല്ല, ഇപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ നമ്മള് ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമൽസിന്റെയും എസ്ക്രീറ്റ അങ്ങനെയുള്ള കുറെ വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയും വരുന്നുണ്ട്. അപ്പൊ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഈ റിവറിലോട്ടൊക്കെ തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവറൊക്കെ പൊല്യൂട്ടഡ് ആകും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെയും ട്രീറ്റ് ചെയ്തിട്ട് അത് അത്രയും കണ്ടാമിനേറ്റഡ് അല്ലാണ്ട് കുറച്ച് ഈ മൈക്രോബ്സിനെ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പുറത്തോട്ട് ഒഴുക്കി വിടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പൊ ആ ഒരു പേര് പഠിച്ചു വെക്കാം. അതുപോലെ അതിൽ വരുന്ന 2 ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ്. അപ്പം അതിൽ വരുന്ന കാര്യങ്ങൾ, അതുപോലെ ഇത് കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? ബയോഗ്യാസ് ഉണ്ടാകുന്നത് നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതൊന്ന് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഗംഗ ആക്ഷൻ പ്ലാൻ, യമുന ആക്ഷൻ പ്ലാൻ, ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതായത് ഇപ്പൊ യമുന, ഗംഗ അതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള റിവേഴ്സ് ആണ്. പക്ഷെ ഇതൊക്കെ എന്താണ് ഇപ്പൊ കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ സീവേജ് ഒക്കെ പുറത്തോട്ട് വിടുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഗംഗ ആക്ഷൻ പ്ലാൻ, യമുന ആക്ഷൻ പ്ലാൻ. അപ്പൊ അതിന്റെ അടുത്തൊക്കെ എന്ത് ചെയ്തു? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ നിർമ്മിച്ചു. അപ്പൊ അതുവഴി എന്ത് ചെയ്യാൻ പറ്റി? അവിടെ പൊല്യൂഷൻ നടക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി പറ്റി. അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നായിരുന്നു ബയോഗ്യാസ്. ഓക്കെ, ഇപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പറയുമ്പോൾ അതിൽ തന്നെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബയോഗ്യാസ് പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ കൂടുതൽ റൂറൽ ഏരിയാസ് ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഇതുപോലെ ബയോഗ്യാസ് പ്ലാന്റ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? കുക്കിംഗ് ഗ്യാസ് കിട്ടാൻ വേണ്ടി. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോലെയല്ല, അവിടെ ഒരുപാട് മൈക്രോബ്സിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പം ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ ഒരൊറ്റ മൈക്രോബിനാണ് യൂസ് ചെയ്യുന്നത്, മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബിന്. അതിനെ പറയുന്ന പേരാണ് എന്ത്? അങ്ങനെ മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയത്തിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മെത്തനോജൻസ്. അപ്പൊ ഈ മെത്തനോജൻ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത്? മെത്തനോ ബാക്ടീരിയം. അപ്പം ഇങ്ങനെ കൗഡങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? അതൊക്കെ കൂടിയിട്ട് ഈ ഒരു ബാക്ടീരിയയും കൂടി അതിന്റെ ആക്ഷൻ ഒക്കെ വഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബയോഗ്യാസ് ഫോം ചെയ്യുന്നത്. ബയോഗ്യാസ് ഏതാണ് ഇവിടെ? മീത്തേൻ ആണ്. മീത്തേൻ മാത്രമല്ല വേറെ CO2 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ മീത്തേൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മെത്തനോജൻസ്. അപ്പൊ ആ വീടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും മീത്തേൻ, മെത്തനോജൻ. അപ്പൊ മെത്തനോ ബാക്ടീരിയം എന്നാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ബയോഗ്യാസ് പ്ലാന്റ് അതിന്റെ ആ ഒരു ടാങ്കിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ വഴിയാണ് ഏതൊക്കെ ഇൻലെറ്റ് വഴിയാണ് നമ്മൾ ഗ്യാസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഔട്ട്ലെറ്റ്സ് വഴിയാണ് നമ്മൾ അതിന്റെ ഫ്ലഡ്സും കാര്യങ്ങളൊക്കെയും പുറത്തോട്ട് എടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കി വെക്കാം. ഇനി അടുത്തത് ബയോളജിക്കൽ ഏജൻസ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫാമേഴ്സിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ ആ ഒരു ഫീൽഡ് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലോസ് വരുന്നത് പെസ്റ്റ് അതുപോലുള്ള ആൾക്കാർ കാരണമാണ്. ഇപ്പൊ പെസ്റ്റിനൊക്കെയും നമ്മൾ ഇപ്പൊ മുഴുവനായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് അവിടെ ചെയ്യണം. അപ്പം അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഒന്നായിരുന്നു കെമിക്കൽസ്. അതായത് കെമിക്കൽസ് യൂസ് ചെയ്താലാണ് പെസ്റ്റിനെ മുഴുവനായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെസ്റ്റ് കാരണമാണ് ഒരുപാട് പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പെസ്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, ഫുഡ് ചെയിനിലും ഫുഡ് വെബിലും ഒരു ഓർഗാനിസത്തെ കഴിക്കുന്ന വേറൊരു ഓർഗാനിസം ഉണ്ടായിരിക്കും എന്തായാലും. അപ്പം അങ്ങനെ ഇപ്പോ നമുക്ക് ഈ പെസ്റ്റിന്റെ കേസ് വരുമ്പോഴും ഈ ഒരു സംഭവം എടുക്കാവുന്നതാണ്. ഇത് പെസ്റ്റിനെ കഴിക്കുന്ന ഒരുപാട് പ്രൊഡാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രൊഡാക്ടേഴ്സിനെ തുറന്നു വിടുന്നത് വഴി എന്ത് ചെയ്യും? അവർ ഈ പെസ്റ്റിനേക്കും കഴിച്ചോളും. അതൊരിക്കലും പ്ലാന്റിനോ അല്ലെങ്കിൽ ആ ഒരു സോയിലിനോ ഫാമറിനോ അല്ലെങ്കിൽ അതായിരിക്കും നമുക്കൊന്നും ഹാർംഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യില്ല. അപ്പൊ ഈ പ്രൊഡാക്ടേഴ്സിനെ തുറന്നു വിടാന്നുള്ളതാണ് ഈ ഒരു ബയോളജിക്കൽ കൺട്രോളിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ പ്രൊഡാക്ടേഴ്സിനെ തുറന്നു വിടുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡാക്ടേഴ്സിനെ നാച്ചുറൽ പ്രൊഡാക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് നേച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവരെ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പെസ്റ്റും കാര്യങ്ങളൊക്കെയും ഡെഡ് ആയി പോവാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പെസ്റ്റിന് എതിരായിട്ട് ഇപ്പോ വേറൊരു പ്രൊഡാക്ടർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രൊഡാക്ടർ എന്ന് പറയുന്നത് മൈക്രോബ്സ് ആണ്. അപ്പൊ അവിടെ പ്രൊഡാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? മൈക്രോബ്സിനെ യൂസ് ചെയ്യാം. അപ്പൊ അവിടെ കെമിക്കൽസിന്റെ യൂസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, പിന്നെ നമ്മളവിടെ ഒരുപാട് വേറെ, അതായത് ഇപ്പൊ ലേഡി ബേർഡ്, ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ ആരെ കഴിക്കുന്നതാണ്? ആഫിഡ്സിനെയും മോസ്കിറ്റോസിനെയൊക്കെ കഴിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു. അപ്പം അതൊരു നേച്ചുറൽ പ്രൊഡാക്ടർ ആണ്. ഇനി മൈക്രോബ്സ് ഇതുപോലെ ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ വരുന്നതാണ് ഇപ്പം ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ് ഉണ്ടെങ്കിൽ ബാസിലസ് തുറിഞ്ചൻസിസ് ആണ് നമ്മൾ അവിടെ തുറന്നു വിടുന്ന അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മൈക്രോബ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ആരിനെ കില്ല് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ കില്ല് ചെയ്യും. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ BT കോട്ടൺ എന്ന് പറയുന്നത് ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ള ഒന്നാണ്, ഒരു പ്ലാന്റ് ആണ് BT കോട്ടൺ. അപ്പൊ ഈ BT കോട്ടണിനൊക്കെ എന്താണ് പ്രത്യേകത? ഇവർക്ക്
ഇനി ഈ ബീറ്റി കോട്ടൺ വളർത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ബാസിലസ് തുറഞ്ചിയൻസിസിനെ തുറന്നു വിടേണ്ട അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ഓൾറെഡി ഇവരുടെ ഉള്ളിൽ ആ ഒരു ജീൻ ഉണ്ട്. അപ്പൊ അവർക്ക് ഈ പ്ലാന്റിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പെസ്റ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള എബിലിറ്റീസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കേസ് പറഞ്ഞു, ഇപ്പൊ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് ബീങ് ഡെവലപ്ഡ് ഫോർ യൂസിങ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ് ഡിസീസ് ഇൻ ദ ഫംഗസ് ട്രൈക്കോഡേർമ. അപ്പൊ ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ് പ്ലാന്റ് ഡിസീസിന് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഒരു കേസ് പറഞ്ഞതാണ് ബാക്കുലോ വൈറസസിന്റെ. അത് പാത്തജൻ ആണ്, ഇൻസെക്റ്റിനെ ആർത്രോപോഡിനൊക്കെയാണ് അത് കില്ല് ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്കുലോ വൈറസസിനെയും ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് വരുന്നത് ന്യൂക്ലിയോ പോളിഹിഡ്രോ വൈറസിൽ പെടുന്ന ഒരു വൈറസ് ആണ്. ഇപ്പം ഇതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി പെസ്റ്റിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൊത്തം ഇറാഡിക്കേഷൻ നമ്മൾ പറയുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്നാണ്. അപ്പൊ ആ ഒരു ടേം IPM എന്താണ്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. ഇനി ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് മൈക്രോബ്സിനെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഈ സോയില് ആദ്യമൊക്കെ ഫെർട്ടൈൽ ആയിട്ട് ഉണ്ടായിരുന്നാലും പിന്നീട് അത് എന്തുണ്ടാക്കും, ഒരുപാട് ഡിസീസൊക്കെയും കാര്യങ്ങളും അതുപോലെ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കും. നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്കായാലും ഈ ഫാമേഴ്സിന് തന്നെയായാലും അതെന്താണ്, ഒരുപാട് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ പോലുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഫാമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള അസുഖങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്. കാരണം അവരാണ് അതിനോട് എക്സ്പോഷർ ആകുന്നത്. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റ് പൊല്യൂഷനും അതുപോലെ തന്നെ ഡിസീസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാറ്റി നിർത്തിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് അങ്ങനെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാവുന്നതാണ് ഇപ്പൊ കൗഡങ്, അതൊക്കെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ കൗഡങ് അത് മാത്രമല്ല, അല്ലെങ്കിൽ മാനേഴ്സ്, ബ്ലഡ് മീൽസ്, അത് മാത്രമല്ല നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. നമുക്ക് മൈക്രോബ്സിനെയും ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്തിനെ റീപ്ലേസ് ചെയ്യാം, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാനും പറ്റും. അതുവഴി ഓർഗാനിക് ഫാമിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, so biofertilizers are organisms that enrich the nutrient quality of the soil. അപ്പൊ ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഓർഗാനിസംസ് തന്നെയാണ്, അതായത് മൈക്രോബ്സ് തന്നെയാണ് ഇതിലൊക്കെയും ഉള്ളത്. അപ്പം അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സോയിലിന്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സോയിലിന് ന്യൂട്രീഷൻ ക്വാളിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇനി ദ മെയിൻ സോഴ്സ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ് ആ ബാക്ടീരിയ, ഫംഗൈ, സയനോബാക്ടീരിയ ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബയോഫെർട്ടിലൈസേഴ്സ്. എന്തൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗൈ, സയനോബാക്ടീരിയ. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ലെഗുമിനസ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ റൂട്ട്സിൽ ഉള്ള ഒരു ബാക്ടീരിയ ആണ് റൈസോബിയം. ഇത് വരുന്നത് മെയിൻ ആയിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതായത് ഇപ്പൊ റൈസോബിയം ഈ റൂട്ടിലുള്ള ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിലുണ്ട് നമ്മൾ പറഞ്ഞു. ഈ റൈസോബിയം എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യും. ഓക്കെ, അതിനെ ഓർഗാനിക് ഫോംസ് ആക്കി മാറ്റും. അപ്പൊ ഇത് പ്ലാന്റ്സിന് എന്ത് ചെയ്യും, ഈ ന്യൂട്രിയന്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് കിട്ടും. ഓക്കെ, അതുവഴി പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അതർ ബാക്ടീരിയ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ബൈ ഫ്രീ ലിവിംഗ് ഇൻ ദ സോയിൽ. എക്സാമ്പിൾ അസോസ്പൈറിലം, അസോബാക്ടർ, അസോട്ടോബാക്ടർ. അപ്പൊ അസോസ്പൈറിലം, അസോട്ടോബാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെയും ഇപ്പൊ സോയിലിൽ ഫ്രീ ആയിട്ടാണ് കാണുന്നത്. ഇപ്പം ഈ റൈസോബിയം മാത്രമാണ് റൂട്ട് നോഡ്യൂൾസിൽ കാണുന്നത്, അതായത് സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട്. അപ്പൊ ഇവരെല്ലാവരും ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യം, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി എന്ത് ചെയ്യും, സോയിലിന്റെ ന്യൂട്രിയന്റ് അല്ലെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂട്ടുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫംഗസ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഫംഗസും അതുപോലെ തന്നെ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്കോറൈസ മെയിൻ ആയിട്ടും ഇപ്പം മെനി മെമ്പേഴ്സ് ഓഫ് ജീനസ് ഗ്ലോമസ് ഫോം മൈക്കോറൈസ. അപ്പൊ ഏറ്റവും കൂടുതൽ മൈക്കോറൈസ ഫോം ചെയ്യുന്ന ഒരു ജീനസ് എന്ന് പറയുന്നത് ഗ്ലോമസ് ആണ്. ഓക്കെ, the fungal symbiont in these associations absorb phosphorus from soil and pass it into the plant. അതായത് ഈ ഫംഗസ് എന്താണ് അപ്പൊ അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫംഗൽ സിംബയോണ്ട് എന്താണ് ചെയ്യുന്നത്, ഫോസ്ഫറസ് ഉണ്ട് സോയിലിൽ, അത് അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫംഗൽ സിംബയോണ്ട് ചെയ്യുന്നത്.
Okay, plants having such association show other benefits also. ഈ ആ ഒരു മൈക്രോറൈസൽ അസോസിയേഷൻ ഉള്ള പ്ലാന്റ്സ് വേറെയും കുറെ ബെനിഫിറ്റ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഈ പ്ലാന്റ്സിന് റെസിസ്റ്റൻസ്, അതായത് റൂട്ട് ബോൺ പാത്തജൻസ്, ഇപ്പൊ റൂട്ടിൽ വരുന്ന പാത്തജൻസ്, റൂട്ടിൽ ഉണ്ടാകുന്ന പാത്തജൻസിന് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ സലൈനിറ്റിക്കും ഡ്രോട്ടിനൊക്കെ ടോളറൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് പ്ലാന്റിന്റെ ഗ്രോത്തിനെ തന്നെ ഇൻക്രീസ് അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിനൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അപ്പൊ ഗ്രോത്തും കാര്യങ്ങളും ഡെവലപ്മെന്റും ഒക്കെ പെട്ടെന്ന് നടക്കും ഇങ്ങനെയുള്ള അസോസിയേഷൻ, ഫംഗൽ പ്ലാന്റ് അസോസിയേഷൻ ഒക്കെ ഉള്ള സമയത്ത്. ഓക്കെ, ഇനി ക്യാൻ യു ടെൽ വാട്ട് അഡ്വാൻറ്റേജ് ദ ഫംഗസ് ഡിറൈവ്സ് ഫ്രം ദിസ് അസോസിയേഷൻ? ഇനി ഈ ഒരു മൈക്രോറൈസൽ അസോസിയേഷൻ നിന്നും പ്ലാന്റിന് അല്ലെങ്കിൽ ഫംഗസിന് കിട്ടുന്ന ഉപകാരം എന്താണ്? പ്ലാന്റിന് കിട്ടും നമ്മൾ പറഞ്ഞു, ഇപ്പം അതിന് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് ബോൺ പാത്തജൻസിനെ റെസിസ്റ്റ് ചെയ്യാം, സെലിനിറ്റി ട്രോട്ടിനൊക്കെയും ടോളറേറ്റ് ചെയ്യാം, പിന്നെ ഗ്രോത്ത് ഡെവലപ്മെന്റിലൊക്കെ ഓവറോൾ ഇൻക്രീസ് ഉണ്ടാകും. അപ്പം അതുപോലെ ഫംഗസിന് കിട്ടുന്ന എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫുഡും ഷെൽട്ടറും ഒക്കെയാണ് ആർക്ക് കിട്ടുക? ഫംഗസിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയുള്ള വേറെ ഒന്നാണ് സയനോബാക്ടീരിയ. അതൊരു ഓട്ടോട്രോഫിക് മൈക്രോബ് ആണ്. അപ്പം ഇത് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അക്വാറ്റിക് ടെറസ്ട്രിയൽ എൻവയോൺമെന്റ്സിലേക്കും. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വരുന്ന സയനോബാക്ടീരിയസിൽ വരുന്ന എക്സാമ്പിൾ ആണ് അനബിന, നോസ്റ്റോക്ക്, ഓസിലറ്റോറിയൊക്കെ. അപ്പൊ പാഡി ഫീൽഡ്സിൽ നമുക്കറിയാം സയനോബാക്ടീരിയക്ക് സയനോബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ബയോ ഫെർട്ടിലൈസർ ആണ് അവിടെ. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗീസ് ഉണ്ട്, അത് ഓർഗാനിക് മാറ്റർ ആണ് സോയിലില്, അത് സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കൺട്രിയിൽ ഇപ്പം മെയിൻ ആയിട്ടും യൂസ് ചെയ്ത് വരുന്ന, കറന്റ്ലി യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ് നമ്പർ ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സിൽ ഇപ്പൊ ഫാമേഴ്സ് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എന്താണ്, സോയിൽ ന്യൂട്രിയൻസ് റിപ്ലെനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. ഓക്കെ, ആൻഡ് ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസിങ് അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കറന്റ്ലി നടക്കുന്ന ഒരു കാര്യം, ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം. ഓക്കെ, നമ്മുടെ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നൊരു സമ്മറി നോക്കാം. മൈക്രോബ്സ് ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പണന്റ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഇപ്പം നമ്മുടെ എർത്തിൽ നമ്മുടെ ലൈഫ് പോലെ തന്നെ വേറെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് തന്നെയാണ് മൈക്രോബ് എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതൊരു ഫുഡ് വെബ് ആയതുകൊണ്ട് തന്നെ അവരില്ലെങ്കിൽ നമ്മളൊക്കെയും ഇല്ലാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, നോട്ട് ഓൾ മൈക്രോബ്സ് ആർ പാത്തോജനിക്. ഇപ്പൊ നമുക്കറിയാം മൈക്രോബ്സ് യൂസ്ഫുൾ ആണ്, ഹാംഫുൾ ആണ്. മൈക്രോബ്സ് പാത്തോജനിക് മാത്രമല്ല, അവര് യൂസ്ഫുൾ ആണ്. Many microbes are very useful to human beings. We use microbes and microbially derived products almost every day. നമ്മൾ ഒരുവിധം ദിവസങ്ങളിലൊക്കെയും ഇവര് മൈക്രോബിയലി ഡിറൈവ്ഡ് പ്രോഡക്ട്സിനൊക്കെയും അല്ലെങ്കിൽ മൈക്രോബ്സിനൊക്കെയും യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ കോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ലാബ് ഗ്രോ ഇൻ മിൽക്ക് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദ കേർഡ്. അപ്പോൾ മിൽക്കിനെ കേർഡാക്കാൻ വേണ്ടിയിട്ട് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ദ ഡഫ് വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ഈസ് ഫെർമെന്റഡ് ബൈ ഈസ്റ്റ്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡഫ് ഇതുപോലെ ഈസ്റ്റ് വെച്ചിട്ടാണ് ഫെർമെന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈസ്റ്റിന് പറയുന്ന പേരാണ് സക്കറോമൈസസ് സെറിവീസി. അതിന് പറയുന്ന വേറൊരു പേരുണ്ട്, അതാണ് ബ്രീവിയസ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി certain dishes such as ഇഡ്ലി, ദോശ ആർ മെയ്ഡ് ഫ്രം ഡഫ് ഫെർമെന്റഡ് ബൈ മൈക്രോബ്സ്. ഇതുപോലെ ഇഡ്ലി, ദോശ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡഫും ഇതുപോലെ മൈക്രോബ്സ് വെച്ചിട്ട് തന്നെയാണ് ഫെർമെന്റ് ചെയ്യിക്കുന്നത്. ഇനി ബാക്ടീരിയ ആൻഡ് ഫംഗൈ അതൊക്കെയും എന്താണ് പെർട്ടിക്കുലർ, ഇപ്പോൾ ചീസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ചീസിന് ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ ഫ്ലേവർ, ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് മൈക്രോബാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ഫംഗൈ ആണ് യൂസ് ചെയ്യുന്നത്, അതനുസരിച്ച് ചീസിന്റെ ടെക്സ്ചറില്, ടേസ്റ്റില്, ഫ്ലേവറിലേക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി മൈക്രോബ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ലൈക്ക് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അസിറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ, എത്തനോൾ ഒക്കെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ മൈക്രോബ്സിനെ വെച്ചിട്ട്, വിച്ച് ആർ യൂസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് പ്രോസസ്സസ് ഇൻ ഇൻഡസ്ട്രി. ആന്റിബയോട്ടിക്സ് ലൈക്ക് പെനിസിലിൻ ആരാണ് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പ്രൊഡ്യൂസ്ഡ് ബൈ യൂസ്ഫുൾ മൈക്രോബ്സ് ആർ യൂസ്ഡ് ടു കിൽ ഡിസീസ് കോസിംഗ് ഹാർംഫുൾ മൈക്രോബ്സ്. അപ്പം ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് ഉള്ള ആന്റിബയോട്ടിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് ആർക്കെതിരായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോബ്സിനെതിരായിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇനി ആന്റിബയോട്ടിക്സ് ഹാവ് പ്ലേഡ് എ മേജർ റോൾ ഇൻ കൺട്രോളിങ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ലൈക്ക്. ഈ ആന്റിബയോട്ടിക്സ് ഏതൊക്കെ ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഡിഫ്തീരിയ, വൂഫിംഗ് കഫ്, അതുപോലെ തന്നെ ലെപ്രോസി, പിന്നെ ന്യൂമോണിയ, ഇതിനൊക്കെ എതിരായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോബ്സിൽ നിന്നുണ്ടാക്കുന്ന ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർ മോർ ദാൻ 100 years മൈക്രോബ്സ് ആർ ബീങ് യൂസ്ഡ് ടു ട്രീറ്റ് സീവേജ്, വേസ്റ്റ് വാട്ടർ treatment by the process of activated sludge formation, and this helps in recycling of water in nature. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 100 കണക്കിന് വർഷമായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് പിന്നീട് നമ്മൾ തുറന്നു വിടുന്നുള്ളൂ. സീവേജ് നേരിട്ട് തുറന്നു വിട്ടാൽ എന്തുണ്ടാവും? പൊല്യൂഷൻ ഉണ്ടാവും. അത് ട്രീറ്റ് ചെയ്ത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മാത്രമാണ് നമ്മൾ തുറന്നു വിടുന്നുള്ളൂ. അതുവഴി നേച്ചറിലുള്ള വാട്ടർ നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ബയോഗ്യാസിൽ മെയിൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് മെത്തനോജൻസ്. അപ്പം നമ്മൾ മെത്തനോ ബാക്ടീരിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്യുന്നത്. വൈൽ റിഗാർഡിങ് പ്ലാൻ വേസ്റ്റ്, വൈൽ ഡിഗ്രേഡിങ് പ്ലാൻ വേസ്റ്റ്. അപ്പൊ പ്ലാൻ വേസ്റ്റ് ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ബയോഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബയോഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബ്സ് ഇസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലാണ് കൂടുതൽ ഇതുപോലെ ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ നിർമ്മിക്കുന്നത്. കാരണം അവിടെയാണ് ഇതുപോലെ കുക്കിംഗ് ഗ്യാസ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത്. മൈക്രോബ്സ് കൻ ഓൾസോ ബി യൂസ്ഡ് ടു കിൽ ഹാർംഫുൾ പെസ്റ്റ്. അപ്പം മൈക്രോബ്സിനെ പിന്നെ യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ ഫീൽഡിലെ ഇപ്പൊ ഹാർംഫുൾ പെസ്റ്റിനൊക്കെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ബയോ കൺട്രോൾ എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേര്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു ബാസിലസ് ത്രൂൻജിയൻസിസ്. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ മറക്കാൻ പാടില്ല. ദ ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് ഹെൽപ്പ് us to avoid heavy use of toxic pesticides for controlling pests. അപ്പം അവിടെ ടോക്സിക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ബയോ കൺട്രോൾ വരുത്തുന്ന സമയത്ത്. അപ്പൊ ബയോ കൺട്രോൾ എന്നും പറയാം, ബയോളജിക്കൽ കൺട്രോൾ എന്നും നമുക്ക് അതിനെ വിളിക്കാം. അത് സിനോണിമസ്ലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, there is a need these days to push for use of biofertilizers in place of chemical fertilizers. അപ്പം നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ സോയിലിന്റെ ഫെർട്ടിലിറ്റി പോകും നമുക്ക് മനസ്സിലായത് കൊണ്ട് നമ്മൾ അതിനെ എന്തിലോട്ട് സ്വിച്ച് ചെയ്തു? ബയോ ഫെർട്ടിലൈസേഴ്സിലോട്ട് സ്വിച്ച് ചെയ്തു. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഡിവേഴ്സ് uses human beings have put microbes to that they play an important role in the welfare of human society. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈക്രോബ്സ് എപ്പോഴും നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ട് മാത്രമല്ല ആക്ട് ചെയ്യുന്നത്, അവർ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രോസസ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ നമുക്കറിയാം ഒരുപാട് ബാക്ടീരിയാസിന്റെ ഫംഗസിന്റെ ഈസ്റ്റിന്റെ ഒക്കെ പേര് നമ്മൾ പഠിച്ചു. ഓരോരോ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ അതിന്റെ പേരുകൾ പിന്നെ അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. അതെന്തായാലും ചോദിച്ചിരിക്കും. പിന്നെ അതുപോലെ പെനിസിലിന്റെ കാര്യം, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ നോബൽ പ്രൈസ് ആർക്കൊക്കെ കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത്. മൈക്രോബ്സിന്റെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് മെയിൻ ആയിട്ട് ഈ സെക്ഷനിൽ ചോദിക്കുന്നത്. അതെന്തായാലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി വെക്കുക. അപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. അപ്പം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ഭാഗമാണ്. പക്ഷെ മൈക്രോബ്സിന്റെ പേരുകൾ മാത്രം ഒന്ന് നന്നായി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ.